ഹായ് ഓൾ, ഇന്ന് നാടൻ രീതിയിൽ അവിയൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് അച്ചിങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ, ഒരു കഷ്ണം ചേന, 2 മുരിങ്ങാക്കോല്, ക്യാരറ്റ്, 2 പച്ചക്കായും കൂടെ എടുത്തിട്ടുണ്ട്. അച്ചിങ്ങയും കുമ്പളങ്ങയും മാത്രമേ പെട്ടെന്ന് വേകുന്ന കഷ്ണങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഇത്തിരി വേവുള്ള കഷ്ണങ്ങളാണ്. അവിയൽ കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും വേവുള്ള കഷ്ണങ്ങൾ കൂടുതൽ ചേർക്കേണ്ടി വരും. കഷ്ണങ്ങളെല്ലാം തൊലി കളഞ്ഞ് ഇതേപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഓരോ കഷ്ണങ്ങളെടുത്ത് അവിയലിൻ്റെ പാകത്തിന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഞാൻ പച്ചക്കായ അരിഞ്ഞത് ഇത്തിരി മഞ്ഞൾ വെള്ളത്തിൽ ആദ്യമേ ഇട്ട് വയ്ക്കുന്നുണ്ട്, കറ കളയാനാണത്. ചേനയും അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴുകി വാരിയാണ് എടുക്കുന്നത്. ആദ്യം ചട്ടിയുടെ അടിയിൽ ഞാൻ ഇടുന്നത് എപ്പോഴും വേവ് കൂടിയ കഷ്ണം ചേനയാണ്. അതുകൊണ്ട് ചേനയിട്ട് അതിൻ്റെ മുകളിൽ കായിട്ടിട്ട് ഏറ്റവും മുകളിലായിട്ട് ബാക്കി പച്ചക്കറികളെല്ലാം നിരത്തിയിടുകയുള്ളൂ. ചട്ടിയിലേക്ക് പച്ചക്കറി ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം വെള്ളം, വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്ത് വേണം വേവിക്കാൻ വയ്ക്കാനായിട്ട്. വെള്ളം കൂടി പോവരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അടി പിടിക്കില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചേക്കണ കാരണം പച്ചക്കറി വെള്ളം വറ്റിയാലും അടി പിടിക്കാതെ പച്ചക്കറി നല്ല പാകത്തിന് വെന്ത് കിട്ടിക്കോളും. പച്ചക്കറി വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, ഇച്ചിരി ചെറിയുള്ളി എന്നിവയാണ് എടുത്തേക്കുന്നത്. പച്ചക്കറി പകുതി വേവായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. ചിലർ തൈര് ഒഴിക്കുന്നത് കാണാറുണ്ട്. തൈര് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചാൽ മതി. മാങ്ങ ഇട്ടാണ് അവിയൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാങ്ങ പച്ചക്കറിയോടൊപ്പം തന്നെ ചേർത്ത് വേവിക്കേണ്ടി വരും. പുളിവെള്ളം ഒഴിച്ച് 1 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ച ശേഷം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടിയുടെ നടുക്ക് കഷ്ണങ്ങൾ വകഞ്ഞു മാറ്റി ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിനകത്തേക്ക് വേണം അരപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് വേകാൻ വേണ്ടി ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ച ശേഷം അരപ്പും കഷ്ണങ്ങളും ചേർത്ത് മിക്സ് ചെയ്യാം. ഏറ്റവും അവസാനം ആവശ്യത്തിന് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയും വേപ്പിലയും ചേർത്ത് അവിയലൊന്നിങ്ങനെ തട്ടിപ്പൊത്തി വച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവിയലിന് ഭയങ്കര രുചിയായിരിക്കും. അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.